നമ്മൾ നേരത്തെ പാലക്കാട് ചിറ്റൂരിലെ കാർ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു കുട്ടി മരിച്ച കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ പൊള്ളലേറ്റ രണ്ടാമത്തെ കുട്ടിയും മരിച്ചു എന്ന കാര്യം നിതിൻ അംബുജൻ അറിയിക്കുന്നുണ്ട്. 6 വയസ്സുള്ള ആൽഫ്രഡ് മാർട്ടിനാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഇപ്പോൾ ചേരുന്നുണ്ട്. നിതിൻ, രണ്ടാമത്തെ കുട്ടി കൂടി മരിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പാലക്കാട് ഈ അപകടത്തിൽ പരിക്കേറ്റ് ഇന്നലെ എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ആൽഫ്രഡ് മാർട്ടിൻ 6 വയസ്സുകാരനാണ്. 75% ആൽഫ്രഡിന് പൊള്ളലേറ്റിരുന്നു. അതിനുശേഷം വിദഗ്ധ ചികിത്സ ആൽഫ്രഡ് നൽകി വരികയായിരുന്നു. പക്ഷേ ഏതാണ്ട് അല്പസം മുമ്പ് തന്നെ ആൽഫ്രഡിന്റെ മരണം സ്ഥിരീകരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഇവർ ഇത്രയും നേരം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ആൽഫ്രഡിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. 75% ആൽഫ്രഡിന് പൊള്ളലേറ്റത്. 6 വയസ്സുകാരനാണ് ആൽഫ്രഡ്. ആൽഫ്രഡിനാണ് ഈ അപകടത്തിൽ ഏറ്റവും ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത്. 75%-ലധികം പൊള്ളലേറ്റു എന്നാണ് ഡോക്ടർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് 4 വയസ്സുകാരിയായ എമിലീന മരിയ മാർട്ടിൻ. എമിലീനക്ക് 60% പൊള്ളലേറ്റിരുന്നു. ഈ രണ്ടുപേരാണ് ഈ അപകടത്തിൽ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. എമിലീനയുടെ മരണം ഏതാണ്ട് 2:30 തന്നെ സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ അതായത് ഇവരുടെ അമ്മ എൽസി മാർട്ടിൻ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ എലീന മരിയ മാർട്ടിൻ, ഈ രണ്ടുപേരുമാണ് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് അപകടം സംഭവിക്കുകയും അതിനുശേഷം ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി തന്നെ ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്ന് വിദഗ്ധ ചികിത്സ നടത്തി വരികയിലാണ് ഇത്തരത്തിൽ ഈ മരണം സംഭവിച്ചത്. നമുക്കറിയാം 70%-ലധികം പൊള്ളലേറ്റു എന്ന് പറയുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആൽഫ്രഡ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എമിലീനയും അത്തരത്തിൽ തന്നെയായിരുന്നു, ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നിർഭാഗ്യമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ പാലക്കാട് സംഭവിച്ചത്. അതിൽ ഈ അപകടത്തിൽ 2 പേർ, പൊള്ളലേറ്റ 2 പേരാണ് ഇപ്പോൾ മരണം സംഭവിച്ചത്. നിതിൻ, ഈ അമ്മയും 2 കുട്ടികളും ഇനി അമ്മയും 2 കുട്ടികളുമാണോ ചികിത്സയിലുള്ളത്? നിലവിൽ ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത് ഒന്ന് എൽസി മാർട്ടിൻ, 37 വയസ്സുള്ള എൽസി മാർട്ടിൻ 40% പൊള്ളലേറ്റു എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എലീന മരിയ മാർട്ടിൻ, എലീന 10 വയസ്സുള്ള, അതായത് ഇവരുടെ മൂത്ത മകളാണ് എലീനയ്ക്ക് 30% പൊള്ളലേറ്റത്. ഈ 2 പേരുമാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഏറ്റവും ഒടുവിലായിട്ടുള്ള വിവരം പങ്കുവച്ചില്ല. പക്ഷേ ആരോഗ്യനില ഇപ്പോഴും ഇവരുടെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഡോക്ടേഴ്സ് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്ന വിവരം. അതേസമയം തന്നെ മറ്റു 2 പേർ, ആൽഫ്രഡും എമിലീനയും, അവരുടെ മരണം സ്ഥിരീകരിച്ച വിവരമാണ് ഈ ഘട്ടത്തിൽ അവർ നൽകുന്നത്. മറ്റു 2 പേരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അല്പസമയത്തിന് തന്നെ കൂടുതൽ വിശദാംശം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. പക്ഷേ അവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുമെന്നാണ് രാവിലെ ഡോക്ടേഴ്സ് നമ്മൾ അന്വേഷിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിതിൻ, ഇപ്പോൾ ഈ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ നമ്മൾ കണ്ടതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹം ആ വീട്ടിലെത്തുന്നുണ്ട്, അവിടെ എത്തി ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഗതാഗത മന്ത്രിയെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഈ നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചു എന്നതിലൊരു വ്യക്തത വേണമല്ലോ. ഈ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? അതിൻ്റെ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നിതിൻ? ഇതിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം ഗതാഗത മന്ത്രിയെ കെ വി ഗണേഷ് കുമാറിനോട് ഈ വിഷയം ധരിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ അടക്കം ചികിത്സ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഉൾപ്പെടുത്തുന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതേസമയം തന്നെ എങ്ങനെ അപകടം സംഭവിച്ചു ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ അപകടത്തിന് കാരണമെന്ന് സംബന്ധിച്ചൊരു സംശയമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോട് തന്നെയാണ് ഇവർ പുറത്തേക്ക് പോകാൻ വേണ്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തിടയിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ പലന ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണ പുരോഗതിയിലാണ് ഈ പരിക്കേറ്റ 2 പേർ, ആൽഫ്രഡും അതോടൊപ്പം തന്നെ എമിലീനയും, ഈ മരണത്തിന് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. എമിലീന 2:30 അതോടൊപ്പം തന്നെ ആൽഫ്രഡ് ഏതാണ്ട് 3:15 മരണം സംഭവിച്ചതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരം. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ 2 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചത്. അവർ എറണാകുളത്ത് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്നു. 2 കുട്ടികൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ഇനി മാതാവും ഒരു കുട്ടിയും ചികിത്സയിലുണ്ട് എന്നാണ് നിതിൻ അംബുജൻ ഇപ്പോൾ അറിയിക്കുന്നത്.